ഗർഭിണിയെ ക്രൂരമായി മർദ്ദിച്ചതിൽ നടപടി നേരിട്ട CI KG പ്രതാപചന്ദ്രനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വന്നു. സുഹൃത്തായ വനിതാ SIയെ കാണാനെത്തിയപ്പോൾ തടഞ്ഞു നിർത്തി ഫോട്ടോ എടുത്തെന്നും തടയാൻ ശ്രമിച്ചപ്പോൾ മോശമായി പെരുമാറിയെന്നും എറണാകുളം സ്വദേശിയായ നിയമ വിദ്യാർത്ഥിനി പ്രീപ്തി രാജ് ആരോപിച്ചു. സംഭവം 2 വർഷം മുൻപായിരുന്നു. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിയമവിദ്യാർത്ഥിയായ പ്രീപ്തി രാജ് പറയുന്നു. 24-നൊപ്പം ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തുള്ള പ്രീപ്തി രാജ് നമ്മളോടൊപ്പം ഉണ്ട് തത്സമയം. പ്രീപ്തി, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഇത് ഏകദേശം ഒരു 2 വർഷമായിട്ടുണ്ടാവും. 2 വർഷം മുമ്പ് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ എൻ്റെ സുഹൃത്തായ വനിതാ SIനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. ഈ നോർത്ത് പോലീസ് സ്റ്റേഷനും വനിതാ സ്റ്റേഷനും സെയിം കോമ്പൗണ്ടിലാണുള്ളത്. അപ്പൊ ഞാൻ ബൈക്കിലാണ് ചെന്നത്. ബൈക്ക് കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്യാൻ നേരത്ത് ഇദ്ദേഹം മഫ്തിയിലായിരുന്നു. അവിടെ നിന്ന് കൈകാട്ടി വിളിച്ചു. അപ്പം മഫ്തിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല ഇദ്ദേഹം പോലീസുകാരനാണ്. പക്ഷെ എനിക്ക് തോന്നി അവിടെ ആരെങ്കിലും ആയതുകൊണ്ടായിരിക്കുമല്ലോ കൈകാട്ടി വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വണ്ടി അവിടെ വെക്കരുത് എന്ന് പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ ബൈക്കായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ചെല്ലുന്നു. ചെന്നപ്പോ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു എൻ്റെ സുഹൃത്തായ വനിതാ SIനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്റെ ഹെൽമെറ്റ് ഇത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര റൂഡായിട്ടാണ് സംസാരിച്ചിട്ടോ. ഈ ഹെൽമെറ്റ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇത്ര നാൾ ഇതാ വെച്ചോണ്ടിരുന്നത്, ഇനിയിപ്പം മാറ്റാം, അല്ലെങ്കിൽ സാറിന് എന്താന്ന് വെച്ചാൽ ഫൈൻ ആണെങ്കിൽ എനിക്ക് ഫൈൻ തന്നോളൂ, ഞാൻ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഫോൺ എടുത്തിട്ട് എന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ എന്റെ ഫോട്ടോ എടുക്കരുത്, സാറിന് വേണമെങ്കിൽ സാർ ബൈക്കിന്റെ ഫോട്ടോ എടുത്തോളൂ, എന്റെ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം വീണ്ടും കേൾക്കാതെ, എന്ന് വെച്ചാൽ ഞാൻ ബൈക്കിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഒരാൾ എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ഫീൽ ആണ് നമുക്ക്. അപ്പം അയാള് നിർത്താതെ തന്നെ എന്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു എന്റെ ഫോട്ടോ എടുക്കരുതെന്ന്. അപ്പം അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എനിക്ക് അദ്ദേഹം റിപ്ലൈ തന്നത്. ഒരു സ്ത്രീയോട്, നമുക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് നമുക്ക് ഇതുപോലൊരു മോശം അനുഭവം ഉണ്ടാവുന്നത്. ഞാനൊരു നിയമ വിദ്യാർത്ഥിനിയും കൂടെയാണ്. ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പാടില്ലാത്തൊരു ഭാഷയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അത്രയും പോലീസുകാർ നിൽക്കുന്നു, അത്രയും ലൗഡായിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. മേ ബി ഇപ്പം അവിടെ ആ ഗർഭിണിയായ ചേച്ചിനെ തല്ലിയതുപോലെ അദ്ദേഹം എന്നെ തല്ലിയനെ അതുപോലെയായിരുന്നു. അയാൾ ഭയങ്കര ക്രൂവലായിട്ടാണ്, ഭയങ്കര ഒരു ക്രിമിനൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ ഇങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യാൻ. ഒരു സ്ത്രീ ആണെന്ന് പോലും നോക്കാതെയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രീപ്തി, ഇത് ഈ സുഹൃത്തായ വനിതാ SIയോട് അന്ന് പറഞ്ഞോ? തീർച്ചയായും അന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എന്നെയും തല്ലിയേനെ, മറ്റേവരെ തല്ലിയതുപോലെ അദ്ദേഹം എന്നെയും തല്ലിയേനെ. ചേച്ചി ഓടി വന്നതുകൊണ്ടാണ് അത് അവിടെ വെച്ച് ആ പ്രശ്നം വലിയൊരു ഇതിലോട്ട് പോവാതെ, എന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര ചൂടായിട്ടായിരുന്നു നിന്നതും. ഇപ്പൊ നമ്മളെ തല്ലാൻ പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ കാര്യം വനിതാ SIയോട് പറഞ്ഞപ്പോൾ സുഹൃത്ത് എന്ത് പറഞ്ഞു പ്രീപ്തിയോട്? അല്ല, ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു അങ്ങനെ റൂഡായിട്ട് തന്നെയാണ് അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ അന്ന് തന്നെ കമ്മീഷണർക്കും അന്ന് രാത്രി തന്നെ ഈ ഇൻസിഡന്റ് ഉണ്ടായി അന്ന് രാത്രി തന്നെ ഞാൻ ACPക്ക് പരാതി കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കമ്മീഷണർ ഓഫീസിൽ ചെന്ന് കമ്മീഷണർക്കും പരാതി കൊടുത്തിരുന്നു. എനിക്ക് 2 വർഷമായി ഞാൻ പരാതി കൊടുത്തിട്ട് എനിക്ക് ആ പരാതിയിൽ ഇവര് യാതൊരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, എനിക്ക് അവിടെ ചെന്നപ്പം ഭയങ്കര ഒരു തണുപ്പം മറ്റുള്ള പ്രതികരണമാണ്. ഒന്ന് വിചാരിച്ചു നോക്കുക, ഒരു സ്ത്രീ പരാതിയായിട്ട് ചെല്ലുകയാണ്. ഈ സംഭവമൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഈ സ്വിഗ്ഗി ബോയിനെ തല്ലി ഇൻസിഡന്റും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ അയാൾക്കെതിരെ ഒരുപാട് പരാതികൾ ഉണ്ട് അവർക്ക് മുന്നിൽ, എന്നിട്ട് പോലും വളരെ തണുപ്പം മട്ടിലുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നിയത് കമ്മീഷണർ ഓഫീസിലൊക്കെ ചെന്നപ്പം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കമ്മീഷണർ കാണാൻ പറ്റിയില്ല, ACPനെ ആണെന്ന് തോന്നുന്നു കാണാൻ പറ്റിയത് അന്ന്. അപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അങ്ങനെയാണ് എനിക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്ന് തോന്നിയത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു സ്ത്രീക്കുണ്ടായ ഒരു അനുഭവം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പോലീസുകാരനിൽ നിന്ന് നമുക്കുണ്ടായ ഒരു അനുഭവം പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന. അതായത് 2 വർഷം മുൻപുണ്ടായ ഈ സംഭവം ഉണ്ടായതെന്ന് അന്ന് രാത്രി തന്നെ പരാതിപ്പെട്ടിട്ടും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും അറിയിപ്പും പ്രീപ്തിക്ക് കിട്ടിയിട്ടുമില്ല. സുഹൃത്തായ വനിതാ SI ഉണ്ടായിട്ട് പോലും, അല്ലേ?
അല്ല, എന്റെ സുഹൃത്തിന് അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ അവരപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇത് പരാതി കൊടുക്കണം എന്നുള്ള ആവശ്യം പുള്ളിക്കാരി തന്നെയാണ് മുമ്പോട്ട് വെച്ചത്. പുള്ളിക്കാരിനെ വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കമ്മീഷണർ ഓഫീസിൽ നിന്ന്. അപ്പൊ പുള്ളിക്കാരി ഉണ്ടായ കാര്യങ്ങളൊക്കെ അന്ന് അവിടെ സംസാരിക്കുകയും ചെയ്തതാണ്. അല്ല പ്രീപ്തി, ഇത്തരം കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ടാകുമെന്നാണ് പ്രീപ്തി കരുതുന്നത്? ആക്ച്വലി ഞാൻ ഒരു നിയമ വിദ്യാർത്ഥിനിയും കൂടെയാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ഇത്തരം കേസും നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള നമ്മുടെ പോലീസുകാർക്കെതിരെ നമ്മൾ എന്ത് പരാതി കൊടുത്താലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ പരാതി കൊടുക്കുന്നവർ കുറ്റക്കാരാകുകയും പരാതി കൊടുക്കുന്നവരാണ് ഇവിടെ പ്രതികളാവുന്നത്. അല്ലാതെ അവര് കുറ്റക്കാരല്ല, നമ്മളെ പോലെ പരാതി കൊടുക്കുന്നവരാണ് കുറ്റക്കാരും മോശക്കാരും ഒക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. ശരി പ്രീപ്തി, 2 വർഷം മുൻപ് കൊടുത്ത പരാതിയാണല്ലോ, അറിയാം. അതിൽ ഉള്ളടക്കം എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതായത് എന്തൊക്കെ ഈ പോലീസുകാരൻ ഏത് തരത്തിൽ പെരുമാറി എന്നാണ് ആ പരാതിയിൽ പറഞ്ഞത്? 2 വർഷം മുമ്പ് കൊടുത്ത പരാതി ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് ആ പരാതി വായിച്ചു നോക്കേണ്ടി വരും. എന്നാലും ഞാൻ പറയാം. ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ എന്റെ ഫോട്ടോസ് അദ്ദേഹം എടുത്തതും എന്നോട് അസഭ്യം പറയുകയും വളരെ മോശമായ ഒരു സ്ത്രീ എന്ന് പോലും നോക്കാതെ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചത്. നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഒന്ന് വിചാരിച്ചു, അത്ര ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ക്രിമിനൽസിനോട് പെരുമാറുന്ന പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. ഒരു ക്രിമിനൽ മുമ്പിൽ നിന്ന് എന്താണ് ഒരു പോലീസുകാരൻ ഒരു ക്രിമിനലിനോട് പോലും ഒരു പോലീസുകാരൻ അത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവില്ല. അത്ര മോശമായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് അന്ന് സംസാരിച്ചത്. പ്രീപ്തി, ഈ പരാതി കൊടുത്തപ്പോൾ അതിന്റെ എക്നോളജ്മെന്റ് റെസിപ്റ്റ് ഒക്കെ പ്രീപ്തിക്ക് കിട്ടിയോ? അതായത് പരാതി സ്വീകരിച്ചു എന്നതിന്റെ റെസിപ്റ്റ് ഒക്കെ കിട്ടി. അതിനുശേഷം പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല അല്ലെ? ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിലും നമ്മുടെ പോലീസിലും നമുക്ക് വിശ്വാസം ഇല്ലാതാകുന്നതിന്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ നാളെ ഒരു പരാതിയും കൊണ്ട് നമ്മൾ ചെല്ലാൻ മടിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഒരു പരാതിയായിട്ട് ചെല്ലാൻ മടിക്കുന്നത്. ഇതാണ് നമുക്ക് അവരൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല. ഇനി പ്രീപ്തി, ഒരു കാര്യം കൂടി, ഈ പറഞ്ഞ പോലീസുകാരൻ പ്രതാപചന്ദ്രൻ ആണ് എന്ന് പ്രീപ്തിക്ക് എപ്പോഴാണ് മനസ്സിലായത്? പ്രതാപചന്ദ്രൻ, അദ്ദേഹത്തിന്റെ പേരോ ആക്ച്വലി മഫ്തിയിലായിരുന്നത് കൊണ്ട് തന്നെ അയാൾ ഡ്യൂട്ടിയിലും അല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോഴാണ് ചേച്ചിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് പ്രതാപചന്ദ്രനാണ് SHO ആണെന്നൊക്കെ ചേച്ചിയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അത് ഇതേ പ്രതാപചന്ദ്രനാണ് അല്ലെ? ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ കണ്ട ഇതേ പ്രതാപചന്ദ്രനാണ്. ഇതേ ആളാണ്. ഇപ്പം ആ വീഡിയോയിൽ കാണിക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ ഒരു ദേഷ്യവും ഒക്കെ, അത് തന്നെയാണ് അന്ന് അവിടെ എന്നോടും കാണിച്ചത്. തല്ലിയില്ലാന്നേ ഉള്ളൂ. ആക്ച്വലി എന്റെ സുഹൃത്ത് ചേച്ചി വന്നില്ലാന്ന് ചിലപ്പം എന്നെ അവിടെ തല്ലിയെന്നെ. ഈ വാർത്ത വന്ന് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോഴാണോ പ്രീപ്തിക്ക് ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയണമെന്ന് തോന്നിയത്? അല്ലല്ല, ഞാൻ ഇതിനു മുമ്പും ഞാൻ പല ഓൺലൈൻ മീഡിയകൾക്കും ഇതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ശരി പ്രീപ്തി, ഏതായാലും നീതി കിട്ടട്ടെ. ഇതിലെന്താ നടപടി ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് പ്രീപ്തി. 2 വർഷം മുമ്പാണ് പ്രതാപേന്ദ്രനെതിരെ സമാനമായ രീതിയിൽ മോശം അനുഭവം ഉണ്ടായതിനെ തുടർന്ന് പ്രതാപേന്ദ്രനെതിരെ ഉദയ്പൂരിലെ നിയമ വിദ്യാർത്ഥിനിയായിരുന്ന പ്രീപ്തി രാജ് പരാതിപ്പെട്ടിരുന്നത്. 2 വർഷം മുൻപ് നൽകിയ പരാതിയിൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും തനിക്ക് കിട്ടിയിട്ടില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ പരാതിപ്പെട്ടാലും പരാതിപ്പെടുന്നവർ പ്രതികളായി മാറുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ടോ എന്നാണ് നിയമ വിദ്യാർത്ഥിനിയായ പ്രീപ്തി രാജ് ചോദിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.